വയനാട് വാഗേരി സിസിയിൽ ഇറങ്ങിയ കടുവ കൂട്ടിലായില്ല. ക്യാമറ ട്രാപ്പിൽ കടുവ കുടുങ്ങിയതിന് പിന്നാലെയാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? പ്രോട്ടോകോൾ പ്രകാരം കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിച്ച് കാത്തിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇന്നലെ രാത്രിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ ബീനാച്ചി പനമരം റോഡരികിലാണ് സുരേന്ദ്രന്റെ വീടുള്ളത്. ഈ വീടിന്റെ പിറകിൽ കാപ്പിത്തോട്ടമാണ്. ഈ കാപ്പിത്തോട്ടത്തോട് ചേർന്ന തൊഴുത്തിലാണ് 3 ദിവസം മുമ്പ് കടുവ എത്തി കിടാവിനെ കൊന്നത്. പാതി തിന്ന നിലയിലായിരുന്നു ജഡം ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇതേ തൊഴുത്തിൽ കടുവ വന്നത് രാത്രി 12 മണിയോടെയാണ്. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിലും അടുത്ത വീട്ടിലെ CCTVയിലും കടുവയുടെ ദൃശ്യം പതിഞ്ഞു. ഈ ദൃശ്യമാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെ വനംവകുപ്പ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ കടുവ ഇന്നലെ ആ മേഖലയിൽ കൂട്ടിലായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും നേരത്തെയും കടുവ സാന്നിധ്യമുള്ള പ്രദേശമാണ് ഈ വാഗേരി CC എന്ന് പറയുന്നത്. ഈ പ്രജീഷ് കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിൽ നിന്ന് 3.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശമാണിത്. ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ കടുവ സാന്നിധ്യമുള്ളത്. ഈ കടുവ സാന്നിധ്യം തുടർച്ചയായ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ട്. എന്തായാലും കൂടുവെച്ച് കാത്തിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ നാട്ടുകാരും. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.